വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ, പ്രസംഗങ്ങൾ, പ്രബോധനങ്ങൾ മലയാളിക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ പ്രോഗ്രാമിലൂടെ മുഖ്യമായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ പ്രസംഗങ്ങൾ ഓരോ ദിവസവും മാർപ്പാപ്പ പറയേണ്ടി വരുന്നു. ലോകത്തിലെ വിവിധ രാഷ്ട്ര നേതാക്കളോട് വലിയ സമ്മേളനങ്ങൾ റോമിൽ നടക്കുമ്പോൾ, സന്യാസ സമൂഹങ്ങളുടെ കൂട്ടായ്മയോട് അങ്ങനെ യാത്ര തിരിക്കുമ്പോൾ, രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോകുമ്പോൾ അവിടെയുള്ളവരോട് എല്ലാമായി അനേകം സന്ദേശങ്ങൾ പറയുന്നുണ്ട്. അവയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏതാനും പ്രസംഗങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മാർപ്പാപ്പ എല്ലാ ബുധനാഴ്ചകളിലും വിശ്വാസികൾക്ക് ഒരു മതബോധനം നടത്തുന്നുണ്ട് എന്ന വിവരം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ ബുധനാഴ്ചയും വെനസ്ഡേ കാറ്റക്കസിസ്, വെനസ്ഡേ ഓഡിയൻസ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഈ പ്രബോധനത്തിൽ മാർപ്പാപ്പ പല വിഷയങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട്. ഒരു വിഷയത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. അടുത്ത കാലത്ത് മാർപ്പാപ്പ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചാണ്, അപ്പസ്തോലിക ഔത്സികത്തെക്കുറിച്ചാണ്. സിനഡ് ചർച്ച ചെയ്തപ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം പ്രേക്ഷിത പ്രവർത്തനമാണ്. ക്രൈസ്തവൻ പ്രേക്ഷിതനാണ്. അതുകൊണ്ട് പ്രേക്ഷിതത്വത്തിൻ്റെ ഒരു മൂല്യം നവമായി ഉണർത്താൻ വേണ്ടിയാണ് മാർപ്പാപ്പ ഈ പ്രസംഗങ്ങൾ നടത്തുന്നത്, പ്രേക്ഷിത പ്രവർത്തനത്തെപ്പറ്റി പറയുന്നത്. ഒന്നിച്ച് എല്ലാവരും കൂടി, സിനഡാത്മകത അതാണല്ലോ. മാർപ്പാപ്പയും മെത്രാന്മാരും വൈദികരും സമർപ്പിതരും അൽമായ വിശ്വാസികളും എല്ലാവരും ചേർന്ന് തങ്ങളുടെ വ്യക്തിപരമായും സമൂഹപരമായും നമുക്ക് വിശ്വാസം കൈമാറാനുള്ള ചുമതലയുണ്ട്. ഓരോരുത്തരുടെയും വിളിക്കനുസൃതമായി അത് ചെയ്യേണ്ടതാണ്. അതേപ്പറ്റിയാണ് മാർപ്പാപ്പ തീക്ഷ്ണതയോടെ അത് ചെയ്യേണ്ടതിനെ പറ്റിയാണ് മാർപ്പാപ്പ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ അടിസ്ഥാനപരമായ സത്യങ്ങൾ പറഞ്ഞു. പിന്നെ ചില മോഡലുകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. എല്ലാ പ്രസംഗങ്ങളും നമുക്ക് പറയാനായിട്ട് സാധിച്ചിട്ടില്ല. ഞാൻ തിരഞ്ഞെടുത്ത ഏതാനും പ്രസംഗങ്ങളാണ് അതിൽ നിന്ന് പറഞ്ഞത്. ഇന്ന് ഞാൻ അത് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് സിനഡൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. ആ സിനഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ കാര്യമായി ഞാൻ ഇതേവരെ അവതരിപ്പിച്ചില്ല. നമുക്കത് അവതരിപ്പിക്കണം. അതിൻ്റെ പ്രബോധനങ്ങൾ പ്രധാനപ്പെട്ടതെങ്കിലും എടുത്തു കാട്ടേണ്ടതുണ്ട്. ഞാൻ മാർപ്പാപ്പ പറഞ്ഞ ചില വ്യക്തികളെക്കുറിച്ച്, അവരുടെ ആ ജീവിതത്തിൽ അവർ ചെയ്തത് നമുക്കും ഒരു മാതൃകയായതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മാർപ്പാപ്പ സെപ്റ്റംബർ മാസത്തിൽ പറഞ്ഞ ഒരു പ്രസംഗമാണ്. അവിടെ മാർപ്പാപ്പ ആഫ്രിക്കക്കാരുടെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഡാനിയേൽ കമ്പോനി എന്ന ആളെ പറ്റിയാണ് പറഞ്ഞത്. വിശുദ്ധനാണ്. നല്ലിടയനായ ഈശോയുടെ സാക്ഷിയായിരുന്നു അദ്ദേഹം. ആഫ്രിക്കയിൽ സുവിശേഷത്തെ പ്രതി തീക്ഷ്ണതയോടെ പ്രവർത്തിച്ച ആളാണ്. ആഫ്രിക്കയുടെ അപ്പസ്തോലൻ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഒരു മാതൃകയായി മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മാർപ്പാപ്പ എല്ലാവർക്കും സുപ്രഭാതം ആശംസിച്ചു. തുടർന്ന് അവരോട് പറഞ്ഞു, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ചും അതിൻ്റെ ഔത്സികത്തെക്കുറിച്ചുമാണല്ലോ. ഇന്ന് ഞാൻ ആഫ്രിക്കയിൽ നിന്നുള്ള ഡാനിയേൽ കമ്പോനി എന്ന വിശുദ്ധ പ്രേക്ഷിതനെ മാതൃകയാക്കാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം എഴുതിയ ഏതാനും വചനങ്ങൾ കത്തുകൾ വഴി സ്വന്തം ജനത്തിന് കൊടുത്ത കാര്യങ്ങൾ മാർപ്പാപ്പ ഉദ്ധരിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അതിലൊന്നാമത്തത്, അവർക്ക് വേണ്ടി മാത്രം അദ്ദേഹം എഴുതിയാണ്, തുടിക്കുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ മുഴുവൻ സമ്പാദ്യവും അവർ കവർന്നെടുത്തു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എൻ്റെ മുഴുവൻ ഹൃദയം മുഴുവൻ അവർ കവർന്നെടുത്തു. ഒരു കത്താണ് 949. അതൊക്കെ നമ്പറിട്ട് വന്നിട്ടുണ്ടല്ലോ. വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ എഴുത്തുകളെല്ലാം ശേഖരിക്കുക എന്നത് പ്രധാനമാണ്. ഞാൻ മരിക്കുമ്പോൾ പോലും അധരങ്ങളിൽ ആഫ്രിക്ക എന്ന നാമമുണ്ടാകും. 1441 കത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഇത്ര മനോഹരമായ വാക്കുകൾ മാർപ്പാപ്പ പറയുകയാണ്. പിന്നെയും അദ്ദേഹം എഴുതി,
എൻ്റെ ജീവിതം നിങ്ങൾക്ക് നൽകുന്നതിലാണ് എൻ്റെ എല്ലാ ആനന്ദവും അടങ്ങിയിരിക്കുന്നത്. അപ്പം നോക്കിക്കേ, വളരെ തീഷ്ണതയോടെ ഹൃദയം കൊടുത്തവനാണ് അവൻ. 3159 കത്താണ് അത്. അതിലാണ് അതങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ഈശോ മിശിഹ നമുക്ക് എല്ലാവർക്കും വേണ്ടി സഹിക്കുകയും മരിക്കുകയും ചെയ്തുവെന്ന ബോധ്യമുള്ള, ദൈവത്തോടും സഹോദരീ സഹോദരന്മാരോടും സ്നേഹത്തിലായിരിക്കുന്ന ഒരാളുടെ വെളിപ്പെടുത്തലുകളാണ് ഈ വാക്കുകൾ. 2499, 4801 കത്തുകളിലൂടെ ഈ ആശയമാണ് ആ വിശുദ്ധൻ അവരോട് പറഞ്ഞത്, ആ പ്രിയക്കാരോട് പറഞ്ഞത്. അപ്പം കർത്താവിനെ പ്രതി, കർത്താവ് സ്നേഹം നൽകിയവനാണ്, അവനെ പ്രതി സ്നേഹത്തിൽ നിങ്ങളോട് വർത്തിച്ചവനാണ് ഞാനെന്ന് അദ്ദേഹം എഴുതുകയാണ്. ഡാനിയേൽ കമ്പോനി താൻ സാക്ഷ്യം വഹിച്ച ഭീകരമായ അടിമത്തത്തിനെതിരെ ആഫ്രിക്കക്കാരെ അങ്ങേയറ്റം അടിമത്തത്തിൽ കൊണ്ടുപോയ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. അമേരിക്കയിലേക്കും ലാറ്റിൻ അമേരിക്കയിലേക്കും ഒക്കെ അടിമകളായി കൊണ്ടുപോയി. കറുത്ത വർഗ്ഗക്കാരെന്ന നിലയിൽ കൊളോണിയലിസത്തിൻ്റെ കാലത്ത് സംഭവിച്ച വലിയ ഒരു ഭീകരതയാണ് അതെന്ന് പറയാൻ മടിക്കേണ്ടതില്ല. ഭീകരമായ അടിമത്തത്തിനെതിരെ തൻ്റെ വാക്കുകളോടെ നീതി പുലർത്തും വിധം അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അടിമത്തത്തിനെതിരെ സ്വരമുയർത്തി. മറ്റാരോ എടുത്ത് ഉപയോഗിക്കുന്ന മൂല്യം കുറഞ്ഞ വസ്തുവായി, അടിമകൾ അങ്ങനെയല്ല കരുതുന്നത്, അവർക്ക് വില കൽപ്പിക്കുകയില്ല, അവർക്ക് ആത്മാവില്ലെന്നൊക്കെ പറഞ്ഞ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അടിമത്തം മനുഷ്യനെ മാറ്റി തീർക്കുന്നുവെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. സത്യത്തിൽ അവരെ വിലയില്ലാത്തവരായി തരം താഴ്ത്തുകയാണ്. എന്നാൽ ദൈവപുത്രനായ ഈശോ മിശിഹ മനുഷ്യൻ്റെ അന്തസ്സും മഹത്വവും ഉയർത്തി കാണിക്കുകയും അടിമത്തത്തിൻ്റെ പൊള്ളത്തരം വെളിപ്പെടുത്തുകയും ചെയ്തു. അതാണ് ഈശോയുടെ ജനനത്തിലൂടെ സംഭവിച്ചത്. ഈശോയുടെ ജനനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ഈ സമയത്ത് ചിന്തിക്കേണ്ടതാണ്. അവൻ മനുഷ്യനായി അവതരിക്കുന്നത് വഴി എല്ലാ മനുഷ്യരുമായി താതാത്മ്യപ്പെടുകയും എല്ലാ മനുഷ്യരുടെയും അന്തസ്സ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു എന്ന കാര്യം ഓർമ്മിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് ചുമതലയുണ്ട് എന്ന കാര്യം നമുക്ക് ഓർക്കാം. സാമൂഹികമായ അടിമത്തം വേരൂന്നിയിരിക്കുന്നത് പാപത്തോടുള്ള മനുഷ്യൻ്റെ അടിമത്തത്തിലാണെന്നും ഈ വിശുദ്ധൻ ഡാനിയേൽ കമ്പോനി വിശ്വസിച്ചിരുന്നു. അതാണ് അടിസ്ഥാനം. പാപികളായതുകൊണ്ടാണ് നാം മറ്റുള്ളവരെ അടിമകളായി കാണുന്നത്. ഇന്നും ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുകയും അടിമപ്പെടുത്തുകയും ചെയ്യുന്നത് ആരെയാണെങ്കിലും എവിടെയാണെങ്കിലും അത് പാപത്തിൻ്റെ ഫലമാണ് എന്ന് നമുക്ക് ഓർക്കണം. അതുകൊണ്ട് ക്രൈസ്തവരായ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാ തരത്തിലുമുള്ള അടിമത്തത്തിനെതിരെ പോരാടാനാണ്. അദ്ദേഹം നിലകൊണ്ടത് അതാണ് ഇന്ന് സുവിശേഷ പ്രഘോഷണമെന്ന് മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുകയാണ്. അതാണ് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ, പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ മാനങ്ങൾ. ക്രിസ്തീയ സുവിശേഷം എല്ലാവരിലും എത്തിക്കുകയാണ്. അപ്പോൾ അടിമത്തത്തിനെതിരെ നിലകൊള്ളുകയാണ്. കർത്താവ് മനുഷ്യർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ വന്നവനാണ്. കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രസംഗിക്കാൻ വന്നതാണ്. ഈ ക്രിസ്മസ് നാളുകളിൽ ഒരുങ്ങുന്ന അവസരത്തിൽ ഈ ചിന്ത കൂടുതലായി നമ്മളിലേക്ക് പ്രവേശിക്കണമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൗർഭാഗ്യവശാൽ മാർപ്പാപ്പ പറയുകയാണ്, കൊളോണിയലിസം പോലെ ഭൂതകാലത്തിൽ വരുന്ന ഒന്നല്ല അടിമത്തം. അവരടിമകളെ ഉണ്ടാക്കി. പോർച്ചുഗീസുകാരും സ്പാനിഷുകാരും എല്ലാം ആഫ്രിക്കയിൽ നിന്ന് ധാരാളം ആളുകളെ മൃഗങ്ങളെപ്പോലെ പിടിച്ചുകൊണ്ടുവന്ന് അടിമകളാക്കിയ കാര്യമാണ്. കൊളോണിയലിസത്തിൽ നടന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് മാത്രമല്ല എന്ന് മാർപ്പാപ്പ പറയുകയാണ്. കമ്പോനി സ്നേഹിച്ച ആഫ്രിക്ക, അദ്ദേഹം ആഫ്രിക്കയ്ക്ക് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനാണ്, ഇന്ന് പലതരം സംഘർഷങ്ങളാൽ പീഡിതമാണ് എന്ന് മാർപ്പാപ്പ പറയുന്നു. രാഷ്ട്രീയമായ ചൂഷണം അവിടെയുണ്ട്. അത് സാമ്പത്തികമായ അധീശത്വത്തിലേക്ക് നയിക്കുന്നുണ്ട്. അതും അടിമത്തമാണ്, അടിമത്തത്തിന് തുല്യമാണ് മാർപ്പാപ്പ പറയുന്നു. സാമ്പത്തിക ശക്തികളായി ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങൾ, നമുക്കറിയാം സമ്പന്ന രാജ്യങ്ങൾ അവരെ ചൂഷണം ചെയ്യുകയാണ് ആഫ്രിക്കയെ. ഈ സമ്പന്ന രാജ്യങ്ങൾ അവരുടെ ഇന്ദ്രിയങ്ങളെല്ലാം ആഫ്രിക്കയ്ക്ക് നേരെ അടച്ചു പിടിച്ചിരിക്കുന്നത് സങ്കടകരമാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. മറ്റൊരടിമത്തത്തിൽ ഇന്ന് ആഫ്രിക്ക നേരിടുന്ന അടിമത്തം,
അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കുന്നു. മാർപ്പാപ്പ പറയുകയാണ്, മാർപ്പാപ്പ അത് 2023 ജനുവരി 31 പറഞ്ഞതാണത്. ആഫ്രിക്കയിൽ നിന്നുള്ള അധികാരികളുടെ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യമാണ്. വീണ്ടും ആവർത്തിക്കുകയാണ്, ആഫ്രിക്കയെ ശ്വാസം മുട്ടിക്കുന്നത് നിർത്തൂ ജനങ്ങളോട് പറഞ്ഞതാണ്. ഇത് നിങ്ങൾക്ക് തുറന്നുകൊണ്ടിരിക്കാനുള്ള ഖനിയല്ല ആഫ്രിക്ക, കൊള്ളയടിക്കാനുള്ള ഒരു ഭൂപ്രദേശവുമല്ല ആഫ്രിക്ക. അങ്ങനെ ചെയ്യുന്നവരുണ്ട് ധാരാളമായി. അവർ പാവപ്പെട്ടവരാണ്, വലിയ ഉയർച്ച വന്നിട്ടില്ല, അതുകൊണ്ട് അവരെ ചൂഷണം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മാർപ്പാപ്പ അടിമത്തത്തിനെതിരെയും തിന്മയ്ക്കെതിരെയും സന്ധിയില്ലാ സമരം ചെയ്ത കമ്പോനി, വിശുദ്ധ കമ്പോനിയെ ഉദ്ധരിച്ചുകൊണ്ട് മാർപ്പാപ്പ പറയുന്ന വാക്കുകൾ ഇന്ന് നമുക്ക് ഇത് പ്രസക്തമാണ്. എവിടെയെല്ലാം അനീതിയുണ്ടോ, എവിടെയെല്ലാം മനുഷ്യൻ ചൂഷണം ചെയ്യപ്പെടുന്നുവോ, എവിടെയെല്ലാം മനുഷ്യനെ അടിമകളാക്കുന്നുവോ. നമുക്കറിയാം, മനുഷ്യക്കടത്തൊക്കെ മനുഷ്യനെ ഇന്ന് നമ്മുടെ നാട്ടിൽ പോലും ഉണ്ട് ധാരാളമായി. അതെല്ലാം അപകടകരമാണ്. ഡാനിയൽ കമ്പോനിയുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് മാർപ്പാപ്പ ആവർത്തിക്കുകയാണ്. ആഫ്രിക്കയിലെ തൻ്റെ ആദ്യ പ്രവർത്തന കാലഘട്ടത്തിന് ശേഷം അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളാൽ ആഫ്രിക്ക വിടേണ്ടി വന്നു. പ്രാദേശിക ചുറ്റുപാടുകളെക്കുറിച്ചുള്ള അജ്ഞത മൂലം ഒരുപാട് മിഷണറിമാർ മലേറിയ ബാധിച്ച് അവിടെ മരിച്ചിരുന്നു. എന്നൊക്കറിയാവില്ല, ഒരു പുതിയ പ്രദേശത്ത് ചെല്ലുമ്പോൾ അതിനുള്ള പ്രതിരോധങ്ങളില്ലാത്ത ആളുകൾ മരിച്ചിരുന്നു. അങ്ങനെ എല്ലാവരും ആഫ്രിക്കയെ ഉപേക്ഷിച്ചു പോയപ്പോഴും ഇദ്ദേഹം ഡാനിയൽ കമ്പോനി അങ്ങനെ ചെയ്തില്ല എന്ന് മാർപ്പാപ്പ പറയുകയാണ്. വിശദമായ ആലോചനകൾക്ക് ശേഷം പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പുതിയൊരു പന്താവിലേക്ക് ദൈവം തന്നെ നയിക്കുകയാണെന്ന് വിശുദ്ധ കമ്പോനി ഡാനിയൽ മനസ്സിലാക്കി. തൻ്റെ പുതിയ ദൗത്യത്തെ അദ്ദേഹം ഇങ്ങനെയാണ് സംഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കത്തിൽ പറയുന്നു, പുതിയ അദ്ദേഹത്തിൻ്റെ ദൗത്യം അതിതാണ്, ആഫ്രിക്കയോടൊപ്പം നിന്ന് ആഫ്രിക്കയെ രക്ഷിക്കുക എന്നതാണ് തൻ്റെ ദൗത്യം. ആഫ്രിക്കയോടൊപ്പം നിന്ന് അതിനെ രക്ഷിക്കുക. അദ്ദേഹത്തിൻ്റെ കത്താണ് 2741 അതിനുശേഷവും വരുന്ന കത്തുകളിലൂടെ അദ്ദേഹം ആ കാര്യം വെളിപ്പെടുത്തി. അതൊരു ശക്തമായ ഉൾവിളിയായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അതിൽ അധിനിവേശത്തിൻ്റെ ഒരംശം പോലുമില്ല, ഒട്ടുമില്ലായിരുന്നു എന്ന് പറയുകയാണ്. താൻ സുവിശേഷ പ്രചാരണം നടത്തുന്ന മനുഷ്യരെ അദ്ദേഹം വസ്തുക്കളായി അല്ല കണ്ടത്, അവരായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കർത്താവും കേന്ദ്രവും. ക്രൈസ്തവരെയും പ്രോട്ടഗോണിസ്റ്റുകളെയും അദ്ദേഹം തൻ്റെ സുവിശേഷ ദൗത്യത്തിൻ്റെ ഭാഗമാക്കി. അവിടെയുള്ള ഒരു ഗ്രൂപ്പായിരുന്നു, അവരെ അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ തീക്ഷ്ണതയോടെ അദ്ദേഹം തൻ്റെ കർമ്മമണ്ഡലം സവിശേഷമായ രീതിയിൽ പുനഃക്രമീകരിച്ചു. പ്രാദേശികമായ പ്രബോധനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം മാറി. അദ്ദേഹം മതബോധനം കൊടുക്കാനാണ് ശ്രമിച്ചത്, യഥാർത്ഥ വിശ്വാസം പകർന്നു കൊടുക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മതാധ്യാപകർ സഭയുടെ സമ്പത്താണ്, അവരാണ് സുവിശേഷ പ്രചാരണത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. സമൂഹവും സംസ്കാരവും മാറുന്നതിലേക്ക് സ്ത്രീകളുടെയും കുടുംബത്തിൻ്റെയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനും കലാപരമായ കഴിവുകൾ പിന്തുണയ്ക്കുന്നതിനുമുള്ള മാർഗമായാണ് അദ്ദേഹം ഈ മതാധ്യാപനത്തെ കണ്ടത്. ക്രിസ്ത്യ വിശ്വാസം സത്യത്തിൽ മനുഷ്യൻ്റെ സമഗ്രമായ പുരോഗതിക്ക് സഹായിക്കുന്ന കാര്യമാണ്. ആ തരത്തിൽ വേണം ഇന്ന് പ്രേക്ഷിത പ്രവർത്തനം നടത്താൻ എന്നതാണ്. നമ്മളൊക്കെ ആ ഒരു ലക്ഷ്യം മുന്നിൽ കാണണം. സ്ത്രീകളുടെയും കുടുംബത്തിൻ്റെയും പങ്കാളിത്തം വരണം. സുവിശേഷം അത് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഈശോ സ്ത്രീകളെ ഉദ്ധരിച്ചവനാണ്. സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. കാലം എത്രയോ എടുത്ത് ഈ അടുത്ത കാലങ്ങളിലാണ് സ്ത്രീകളുടെ ആ മഹത്വത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ലോകം കൂടുതലായി ഉൾക്കൊള്ളാൻ തുടങ്ങിയിട്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഏറി വന്നെങ്കിലും സുവിശേഷത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വെളിച്ചമാണത്. കേവലം ഭാഗ്യ മാതൃകകൾ മാറ്റി സ്ഥാപിച്ചുകൊണ്ടും വന്ധ്യമായ ക്ഷേമസങ്കല്പത്തിൽ തളച്ചിട്ടുകൊണ്ടുമല്ലാതെ വിശ്വാസ വളർച്ചയ്ക്ക് വേണ്ടിയും മനുഷ്യ പുരോഗതിക്ക് വേണ്ടിയും പ്രവർത്തിക്കുക എന്നതാണ് പ്രധാനമെന്ന് കമ്പോനി മനസ്സിലാക്കി. അതാണ് ഈ വിശുദ്ധൻ മനസ്സിലാക്കിയത്. ചുമ്മാ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതൊന്ന് മാറ്റി വേറൊന്നാക്കി വയ്ക്കിച്ചാൽ മാത്രം പോരാ. ഒരു ക്ഷേമസങ്കല്പം, വന്ധ്യമായിട്ടുള്ളൊരു ആശയം പറഞ്ഞാൽ പോരാ.
വിശ്വാസ വളർച്ചയ്ക്ക് വേണ്ടി, മനുഷ്യ പുരോഗതിക്ക് വേണ്ടി, യഥാർത്ഥ പുരോഗതിക്ക് വേണ്ടിയും യത്നിക്കുകയാണ് പ്രധാനം. ജനങ്ങളുടെ സംസ്കാരത്തിലാണ് നാം സുവിശേഷ പ്രചാരണത്തിന് ഇടം കണ്ടെത്തേണ്ടത്. അദ്ദേഹം പറഞ്ഞു, ഓരോ സംസ്കാരത്തോടും ചേർന്നുള്ള സുവിശേഷവൽക്കരണമാണ് വേണ്ടത്. അവരുടെ സംസ്കാരത്തിലെ മതസ്വീകാര്യതയെ പ്രയോജനപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ മതത്തിലുമുള്ള മതസ്വീകാര്യതയുണ്ട്, എല്ലാവർക്കും സ്വീകരിക്കാവുന്ന നന്മയുണ്ട്. എല്ലാ മതത്തിലും ഉണ്ട്, എല്ലാ സംസ്കാരത്തിലുമുണ്ട്. അതിനെ സ്വീകരിച്ചുകൊണ്ടാണ് നാം സുവിശേഷം പ്രസംഗിക്കേണ്ടത് എന്നതാണ്. കൈമാറേണ്ടത് അവിടെയാണ്, അതിലൂടെയാണ്. എങ്കിലേ അത് സ്വീകാര്യ യോഗ്യമാകുകയുള്ളൂ എന്ന് വിശ്വസിച്ച വ്യക്തിയാണ്. കമ്പോനിയുടെ പ്രേക്ഷിതാവേശത്തിൻ്റെ ആധാരം കേവലം മാനുഷികമായ കഠിനാധ്വാനം മാത്രമായിരുന്നില്ല. അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു എന്നത് ശരി. സ്വന്തം ധൈര്യത്താലോ സ്വാതന്ത്ര്യം, നീതി, സമാധാനം എന്നീ മൂല്യങ്ങളോടുള്ള പ്രതിപത്തിയാലോ പ്രചോദിതമായി മാത്രമല്ല അദ്ദേഹം മുന്നോട്ട് നീങ്ങിയത്. അതാണ് പറയുന്നത്. ഇത് പ്രധാനമാണ്, ചെയ്യേണ്ടതാണ്, സംശയമൊന്നുമില്ല. കഠിനാധ്വാനം ചെയ്തു, സ്വന്തം ധൈര്യത്തോടെ പെരുമാറി, സ്വാതന്ത്ര്യം, നീതി, സമാധാനം എന്നീ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു. ഇതെല്ലാം ക്രിസ്തീയ മൂല്യങ്ങളാണ്, സുവിശേഷ മൂല്യങ്ങളാണ്. അത് സുവിശേഷം നൽകുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. സത്യത്തിൽ സുവിശേഷത്തിൻ്റെ സന്ദേശമാണ് ഇന്ന് ലോകം സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുമ്പോൾ. അതെല്ലാം അത് മാത്രമല്ല അദ്ദേഹത്തെ നയിച്ചത്, സുവിശേഷത്തെ പ്രതിയുള്ള അത്യധികമായ ആനന്ദമാണ് അദ്ദേഹത്തിന് എന്നും പ്രചോദനമായി നിലനിന്നത്. അത് പ്രധാനമാണ്. മാർപ്പാപ്പ എഴുതിയ ആദ്യത്തെ ഗ്രന്ഥം സുവിശേഷത്തിൻ്റെ സന്തോഷം, ആനന്ദം. ഈ ആനന്ദത്തെ പ്രതിയാണ്, അത് തരുന്ന ഒരു സന്തോഷമുണ്ട്, യഥാർത്ഥ പുരോഗതിയുണ്ട്, ഒരു നന്മയുണ്ട്. അതാണ് അദ്ദേഹത്തെ നയിച്ചത് എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം കമ്പോനിയെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലേക്ക് നയിച്ചു. ക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നു, ആ സ്നേഹമാണ് അദ്ദേഹത്തെ നയിക്കുന്നത്, ഈശോയോട് അവനെ നയിച്ചത്. ഈ ഡാനിയേൽ കമ്പാനി എഴുതുകയാണ്, സ്വാർത്ഥത നിറഞ്ഞ മനുഷ്യർ ചുറ്റിലുമുണ്ടെന്ന് കരുതി, എല്ലായിടത്തും ഉണ്ട്, എപ്പോഴും ഉണ്ട്, എന്നും ഉണ്ട്, സാഹസികവും ശ്രമകരവുമായ നമ്മുടെ സുവിശേഷ ദൗത്യത്തെ അപ്രധാനമായി കണ്ടുകൂടാ. സ്വാർത്ഥതയുണ്ട്, എതിർപ്പുണ്ട് എന്ന് കരുതി നാം നമ്മുടെ സുവിശേഷ പ്രഘോഷണത്തെ മാറ്റി നിർത്തരുത്, ഒഴിവാക്കരുത്, അപ്രധാനമെന്ന് കരുതരുത്. കമ്പോനി പറയുകയാണ്, അൽമായരും സഭാതലവന്മാരും തമ്മിൽ അകന്തയോടെ ഇടപെട്ടാൽ അത് അവരെ സ്വാർത്ഥതയുള്ള മനുഷ്യരാക്കും. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. അൽമായ വിശ്വാസികളും സഭാതലവന്മാരും വൈദികരോ മെത്രാന്മാരോ ഒക്കെ അകന്തയോടെ ഇടപെട്ടാൽ സ്വാർത്ഥതയായിരിക്കും ഫലം. സഭയെ ബാധിക്കുന്ന പ്ലേഗായി അത് ഒടുവിൽ മാറും എന്ന് അദ്ദേഹം എഴുതി. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന സഹായ മനസ്ഥിതിയെ പ്രോജ്വലിപ്പിക്കുക എന്നതാണ് അത്യാവശ്യം. നോക്കിയ മനോഹരമായ ഒരു ആശയമാണ്. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന സഹായ മനസ്ഥിതിയെ പ്രോജ്വലിപ്പിക്കുക എന്നതാണ് അത്യാവശ്യം. സുവിശേഷവൽക്കരണമാണത്. ഒരാൾ ക്രിസ്തുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ അയാൾക്കുണ്ടാകുന്ന സഹനവും രക്തസാക്ഷിത്വവും ഏറെ മധുരകരമായിരിക്കുമെന്ന് ഈ വിശുദ്ധൻ എഴുതി. കത്തുകൾ 6656 എന്തെങ്കിലും കത്തുകൾ എഴുതി, അതുവഴി ആളുകളെ പ്രചോദിപ്പിക്കുകയാണല്ലോ അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പ്രബോധനം ശക്തമായ പ്രബോധനമാണ് വിശുദ്ധിയുടെ ഒരു മാനദണ്ഡമായി നിൽക്കുന്നത്. തീക്ഷ്ണതയും ആനന്ദവും സമർപ്പണ സ്വഭാവവുമുള്ള വിശുദ്ധരും കഴിവുറ്റവരുമായ പ്രേക്ഷിതർ ഉണ്ടാവണമെന്നാണ് വിശുദ്ധ കമ്പോനി ആഗ്രഹിച്ചത് എന്നതാണ് സത്യം. അദ്ദേഹം വീണ്ടും എഴുതുന്നു, നമുക്ക് എളിമയുള്ളവരും പാപവിമുക്തരുമായ വിശുദ്ധരെ വേണം. എന്നാൽ അത് മാത്രം പോരാ, സഹായ മനസ്ഥിതി ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മളിലൊക്കെ രൂപപ്പെടുത്താവുന്ന വലിയ മൂല്യമാണിത്. എഴുത്തുകൾ 6655. കമ്പോനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉറവിടം ഈ പരസഹായ മനസ്ഥിതിയും മറ്റൊരാളുടെ സഹനം തൻ്റേതായി പരിഗണിക്കാനുള്ള ഉത്സാഹവുമായിരുന്നു.
ഇതാണ് പ്രേക്ഷിത പ്രവർത്തനം. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്, സുവിശേഷത്തിന് സമർപ്പിതമായ തൻ്റെ ജീവിതം ഒരിക്കലും ഒരു ഒറ്റയാൾ യാത്രയാക്കി മാറ്റാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. ഒറ്റയാൻ പട്ടാളമായിരുന്നില്ല. പകരം സഭയുടെ കൂട്ടായ്മയോട് അദ്ദേഹം ചേർന്ന് നിന്നു. സഭയിലാണ് പ്രേക്ഷിത പ്രവർത്തനം, ഒറ്റക്കെട്ടായാണ് നടത്തേണ്ടത്. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. ഈ ലക്ഷ്യം നേടാൻ 1000 ജീവിതം കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. എഴുത്തുകൾ 2271 അദ്ദേഹം പറഞ്ഞതാണിത്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നഷ്ടപ്പെട്ട ഒരാടിനു വേണ്ടി തിരഞ്ഞു പോകുന്ന നല്ല ഇടയനായ ഈശോയുടെ സ്നേഹത്തിൻ്റെ ഉത്തമ സാക്ഷിയാണ് വിശുദ്ധ ഡാനിയേൽ കമ്പോനി. മാർപ്പാപ്പയാണ് അത് പറഞ്ഞത്. കൂട്ടം വിട്ടുപോയവരെയും നിസ്സംഗരായവരെയും ചേർത്ത് പിടിക്കുന്നതിൽ അദ്ദേഹത്തിനുള്ള തീക്ഷ്ണത, ഊർജ്ജസ്വലതയും പ്രവാചകത്വവും ഉള്ളതായിരുന്നു എന്ന് മാർപ്പാപ്പ പറയുകയായിരുന്നു. അതാണ് യഥാർത്ഥ ചൈതന്യം. ഏറെക്കാലം മറന്നുപോയ, മാറ്റി നിർത്തപ്പെട്ട ആഫ്രിക്കയെ ചേർത്ത് പിടിക്കണമെന്ന് അദ്ദേഹം തൻ്റെ കത്തുകളിലൂടെ ലോകമെമ്പാടുമുള്ള സഭകളോടെ പറഞ്ഞു. ചരിത്രത്തിലെ രക്തസാക്ഷികൾക്കൊപ്പം എല്ലാവർക്കും പുനരുത്ഥാനത്തിൻ്റെ അനുഭവം പകർന്നു നൽകുന്ന സഭയെയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. എല്ലാ രക്തസാക്ഷികളെയും എടുത്തു പറയുന്ന, എല്ലാവർക്കും പുനരുത്ഥാനത്തിന് അനുഭവം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന സഭയായിരിക്കണം നമ്മുടേതെന്ന് അദ്ദേഹം കരുതി. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു നിർദ്ദേശം വയ്ക്കുകയാണ്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും മുതിർന്നവരും അടക്കം അനീതിക്കും അധിനിവേശത്തിനും ഇരയാക്കപ്പെട്ട് രക്തസാക്ഷിത്വം വരിച്ച എല്ലാവരെയും നമുക്ക് ഓർക്കാം. മാർപ്പാപ്പ പറയുകയാണ്, ഇദ്ദേഹത്തിൻ്റെ ആ ജീവിതം കാണുമ്പോൾ, വാക്കുകൾ കാണുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം ഇതാണ്. എത്രയോ രക്തസാക്ഷികളാണ് സഭയിലുള്ളത്. ക്രിസ്ത്യാനികളാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത്. ഏതെല്ലാം രാജ്യങ്ങളിൽ, ഏതെല്ലാം തരത്തിൽ നിഷ്ഠുരമായി പീഡിപ്പിക്കപ്പെടുന്നു. നമുക്ക് എല്ലാവരെയും ഓർക്കാമെന്ന് പറയുകയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിത സാക്ഷ്യം സഭയിലെ എല്ലാവർക്കുമായി ഞാൻ ആവർത്തിക്കുകയാണ്. എല്ലാവർക്കും കമ്പോനി, വിശുദ്ധ കമ്പോനി മാതൃകയാണ്. അദ്ദേഹം പറഞ്ഞു, ദരിദ്രരെ മറക്കാതിരിക്കുക, അവരെ സ്നേഹിക്കുക. ക്രൂശിതനായ ക്രിസ്തു അവരിലാണ് ജീവിക്കുന്നത്. അവരിലൂടെ മറ്റൊരു പുനരുത്ഥാനത്തിനായി ക്രിസ്തു കാത്തിരിക്കുകയാണ്. ഇതാണ് പ്രധാനപ്പെട്ട സാമൂഹ്യ നീതി വാഗ്ദാനം ചെയ്തുകൊണ്ട് ദരിദ്രർക്കിടയിൽ പ്രവർത്തിക്കുന്ന ബ്രസീലിയൻ ഉദ്യോഗസ്ഥരുമായി ഇവിടേക്ക് വരും മുമ്പ് ഞാൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മാർപ്പാപ്പ പറയുകയായിരുന്നു. മാർപ്പാപ്പ പറഞ്ഞു, തൻ്റെ ഈ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് സാമൂഹ്യ നീതി വാഗ്ദാനം ചെയ്തുകൊണ്ട് ദരിദ്രർക്കിടയിൽ പ്രവർത്തിക്കുന്ന ബ്രസീലിയൻ ഉദ്യോഗസ്ഥരുമായി മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ദരിദ്രരെ മറക്കാതിരിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. അവരാണ് നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു തരാൻ പോകുന്നത്. കമ്പോനി ദരിദ്രർക്ക് വേണ്ടി ജീവിച്ചവനാണ്. നമുക്കും അത് സാധിക്കട്ടെ. ഈ അവസാന സന്ദേശം, അത് ആഫ്രിക്ക ഒരു ദരിദ്ര രാജ്യമാണ്. പല ഭാഗങ്ങളും അവിടെ സംഘർഷങ്ങളുണ്ട്, അസമാധാനമുണ്ട്, പലതരത്തിലുള്ള പീഡനങ്ങളുണ്ട്. അവരെ നമ്മൾ ഓർക്കുക എന്ന് പറഞ്ഞാൽ ദരിദ്രരോട് പക്ഷം ചേരുക എന്നതാണ് സുവിശേഷത്തിൻ്റെ ഒരു വലിയ സന്ദേശമാണത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ വിശുദ്ധൻ്റെ മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ. നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, ദരിദ്രർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തി ലഭിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു സന്ദേശവുമായി, മാർപ്പാപ്പയുടെ സന്ദേശവുമായി കണ്ടുമുട്ടാൻ ദൈവം ഇടയാക്കട്ടെ.